ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾ കാണുന്ന പോലെ ഒരു ഉദ്ഘാടന കർമ്മമാണ് നടക്കുന്നത്. പക്ഷേ യഥാർത്ഥ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഈ നാടൻ മുറിച്ചിട്ടുള്ള ഉദ്ഘാടനമല്ല. കരിമീൻ കുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് MLA ഉദ്ഘാടനം നിർവഹിച്ചത്. കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി വളപ്പ് കെട്ടിയിട്ടുള്ള മത്സ്യകൃഷി പെൻകൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പുതിയ തരം മീൻ വളർത്തൽ ഞങ്ങളുടെ പൊയ്യ പഞ്ചായത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കപ്പെട്ടിരിക്കുകയാണ്. പുലരി വനിതാ സ്വയം സഹായ സംഘത്തിനാണ് ഇത് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ അവർ ഏറ്റെടുത്തത് നടത്തുകയാണ്. വളപ്പ് കെട്ടിയിട്ടുള്ള മത്സ്യകൃഷി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ 4 പാടും നെറ്റ് കെട്ടിയിട്ട് അതിനുള്ളിൽ മീൻ കുഞ്ഞുങ്ങളിട്ട് വളർത്തുന്ന രീതിയാണ്. മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള 6 വനിതകളുടെ രാപ്പകലില്ലാത്ത അധ്വാനത്തിൻ്റെ ഏറെ നാളത്തെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണിത്. ഈ 6 അംഗങ്ങളിൽ ഒരാൾ എൻ്റെ അമ്മയാണ്. അതിലെനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പലതരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. വഞ്ചി, വല, വാട്ടർ ടാങ്ക് അതൊക്കെ ഉദാഹരണങ്ങളാണ്. കുറേയേറെ ആളുകൾ ഗുണഭോക്താക്കളായി കഴിഞ്ഞിട്ടുമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല, അവരുടെ കുടുംബത്തിനും സുരക്ഷിതത്വം നൽകുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നാളുകളായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മക്കളുടെ പഠനം, വിവാഹം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കും കാർഷിക തൊഴിലാളികൾ അങ്ങനെ പലതരത്തിലുള്ള തൊഴിലാളികളുണ്ടല്ലോ, അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടും ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മ തന്നെയാണ്. അവർക്ക് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇനി മത്സ്യകൃഷി എന്നുള്ള പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഈ 6 വനിതകൾക്കൊപ്പം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അംഗങ്ങളും വാർഡ് മെമ്പറൊക്കെ ഒരേപോലെ നിന്ന് സഹായിച്ചിട്ടുണ്ട്. എല്ലാവിധ സഹായ സഹകരണത്തോടു കൂടി ഇനിയും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉദ്ഘാടന വേളയിൽ കരിമീൻ കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുവന്നിട്ടത്. അതുകൂടാതെ കാളാഞ്ചി എന്ന് പറഞ്ഞ മീനിൻ്റെ കുഞ്ഞുങ്ങളും അതിലുണ്ട്. ആലപ്പുഴയിൽ നിന്നുമാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ അഡ്വക്കേറ്റ് VR സുനിൽകുമാറിൻ്റെ സൗകര്യാർത്ഥം ഒരു ബക്കറ്റിൽ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് അത് വെള്ളത്തിലേക്ക് ഇറക്കുകയാണ് ചെയ്തത്. ദിവസവും 2 നേരമാണ് മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത്. കാളാഞ്ചി, കരിമീൻ എന്നീ 2 വ്യത്യസ്ത ഇനം മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വ്യത്യസ്ത ഇനം തീറ്റയും നൽകണം.